പലവട്ടം നമ്മുടെ കൂടെ കടന്നു വരികയും നമുക്ക് അതിശക്തമായ ദൂതുകളെ, ആത്മീകമായ അർത്ഥമുള്ള സമ്പുഷ്ടമായ ദൂതുകൾ അറിയിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസന്മാരിൽ ഒരുവനാണ് കർത്താവിന്റെ ദാസൻ ഡേവിഡ് മാത്തായി. അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞാൻ അദ്ദേഹത്തെ ആവശ്യപ്പെട്ടത്. ഈ കാര്യത്തിന് പെട്ടെന്ന് തന്നെ, ഇന്നലെ രാത്രിയുള്ള ദൈവദാസനും അങ്ങനെ തന്നെയായിരുന്നു, പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ടി ഒരുങ്ങുവാനും തുടർന്നുള്ള 40 മിനിറ്റുകൾ അദ്ദേഹം തിരുവഴുത്തിലൂടെ സംസാരിക്കും. ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യങ്ങളിലൂടെ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ ലഭിച്ച സമയത്തിനും അവസരത്തിനുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ Chicago church is not, we are not a guest, I'm not a guest in that church. That's what I always feel. I pretty much feel home. So കാര്യം പൗലോസ് ഒരിക്കൽ പറഞ്ഞല്ലോ, അസാരം ബുദ്ധിഹീനത അത് സഹിച്ചുകൊള്ളുന്ന നിങ്ങൾക്ക് കർത്താവ് അനുഗ്രഹങ്ങളെ തരട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു പ്രത്യേക വാക്യഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. 2 Corinthians 2 Corinthians 3-ാം അധ്യായത്തിന്റെ 2 Corinthians chapter 3 verse 7 വളരെ വളരെ പരിചയമായിട്ടുള്ള ഒരു വാക്യഭാഗമാണ്. But we have this treasure in clay jars, so that it may be made clear that this extraordinary power belongs to God and does not come from us. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഐ എം വെരി ഷുവർ നമ്മൾ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വാക്യഭാഗങ്ങളാണെങ്കിലും I thought it would be nice that I would share some of my thoughts on that. But we have this treasure in clay jars. ആ ഒരു വാക്യത്തിൽ തന്നെ you can see two things. 2 കാര്യങ്ങൾ അവിടെ കാണാം. ഒന്ന് is the treasure. The other one is the clay jar. ഒന്ന് നിക്ഷേപവും 2 മൺപാത്രവും. ഈ നിക്ഷേപത്തെ ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണും. എന്തുവാണ് ഈ നിക്ഷേപം? വാട്ട് ഈസ് ദിസ് ട്രഷർ? നമുക്കറിയാം, അവിടെ വാക്കുകൾ, there are certain words like power, ശക്തി എന്നൊക്കെ ഉള്ള കാണുമ്പോൾ we immediately refer it to the Holy Spirit, which is not wrong. ഈ നിക്ഷേപം എന്താണ്? ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന ആ നിക്ഷേപം എന്താണെന്ന് പൗലോസ് പറഞ്ഞതും കൊരിന്ത്യൻസിനോടാണ്. He tells Corinthians in the first letter to Corinthians, കൊരിന്ത്യ ലേഖനം 1 Corinthiansന്റെ 2-ാമത്തെ അധ്യായം, the 2nd chapter of 1 Corinthians. അവിടെ പൗലോസ് എഴുതുന്നത്, when I came to you, brothers and sisters, I did not come proclaiming the mystery of God to you in a lofty words or wisdom. അതായത് മലയാളത്തിൽ ഞാൻ വായിക്കാം, അത് വായിച്ചെങ്കിൽ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷി വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും
പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. So now you find the treasure. The treasure is ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. The demonstration of power and the spirit. Now നമുക്കറിയാം, if Acts of the Apostles chapter 18, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ തുടക്കം തന്നെ it gives the story of Apostle Paul reaching Corinth. കൊരിന്തിൽ ചെല്ലുന്ന സമയമാണ്. Corinth, we all know it, but still, one of the last meetings also I heard one of the servant of God share about Corinth. That's absolutely correct. I have in full agreement with it. Now, Corinth being a part of Greece those days, especially Corinth was a rich province, and also the whole Greece, the land of Greece of those days, were full of people of knowledge, philosophers, and all kind of, what do I say, പല രീതിയിലുള്ള ചിന്തകൾ, പഠന വിഷയങ്ങൾ, അങ്ങനെ വലിയ ചിന്തകന്മാർ വന്ന കാലമായിരുന്നു, especially those days. So it was one of the best times of the land of Greece, and Corinth is part of it. And now Paul says, ഞാൻ നിങ്ങളുടെ അടുക്കോട്ട് വരുമ്പോൾ, I have decided that I wanted to sit among you as I know only Christ, because I came with one purpose. ഒരേ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് വരുന്നത്. My whole purpose was to share Christ to you. യേശു ക്രിസ്തുവിനെ നിങ്ങളെ കാണിക്കണം, മനസ്സിലാക്കി തരാം. That was the only intention. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പോൾ പറയുന്നത്, I did not come proclaiming the mystery of God to you in lofty words of wisdom. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാവും. Just imagine, Paul was never short of lofty words if he had to. നല്ല വിദ്യാഭ്യാസവും നല്ല പരിചയ സമ്പന്നതയും, he has an absolute international exposure already. He knows things, any subject that he could speak to. അവിടെ വചനത്തിന്റെ വൈഭവം എന്ന് എഴുതിയിരിക്കുന്നു. വചനത്തിന്റെ വൈഭവം. Those days, if somebody could really interpret the word of God, especially in the light of Torah, the Old Testament, there isn't anybody who could really compete or equivalent to Paul. ആരെക്കുറിച്ചും വളരെ പഴയ നിയമത്തിലെ സത്യങ്ങളെ, പ്രമാണങ്ങളെ, ന്യായപ്രമാണത്തെ ഭംഗിയായിട്ട് വലിച്ച് കീറിയെടുത്ത് പുതിയ നിയമത്തിൽ കൊണ്ടുവന്ന് അതിനെ സ്ഥാപിക്കുവാൻ പൗലോസിനുള്ളതിന്റെ ആ നിഴലും പൊരുളും തമ്മിൽ അങ്ങോട്ട് പറഞ്ഞു തരുവാൻ പൗലോസിനെ പോലെ അറിവുള്ളവനായ ഒരു വ്യക്തി അന്ന് ആ കാലയളവിലില്ലായിരുന്നു. He was so knowledgeable. He was rooted in all kinds of knowledges. ഏത് കാര്യം പറഞ്ഞാലും അതിനെക്കുറിച്ച് പൗലോസിന് അറിവുണ്ടായിരുന്നു. But he said, with all those knowledge that I have, when I came to you, I sat among you as if I knew nothing but only Christ. കാരണം നിങ്ങൾക്ക്, for I decided to know nothing among you except Jesus Christ and him crucified. എന്നിട്ട് my speech, എന്താ ഇതിന്റെ അകത്തെ കാരണം? My speech and my proclamations were not with എന്തോ അതിന് പറയുന്നത്, കൺവിൻസിങ്. അതായത് കിങ് ജെയിംസിനകത്ത് പറഞ്ഞിരിക്കുന്ന വേർഡ്, ഇറ്റ് ഈസ് എൻറ്റൈസിങ് വേർഡ്സ്. നമ്മളെ വശീകരിക്കുന്ന വാക്കുകൾ കൊണ്ട് അമ്മാനമാടുവാനുള്ള ഒരു താല്പര്യമല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് വിത്ത് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് പവർ, അതിന്റെ then so that your faith, I think you should underline that word, that your faith might rest not on human wisdom but on the power of God. So that
your faith, നിങ്ങളുടെ വിശ്വാസം മനുഷ്യന്റെ ആകർഷണ വാക്കുകൾ കൊണ്ടുണ്ടായതല്ല, പിന്നെയോ ദൈവത്തിങ്കിൽ നിന്നുള്ള ശക്തിയാൽ തന്നെ ആയിരിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് I did not want to come out with enticing words of wisdom, though I can talk about subjects. Though you have philosophers, നിങ്ങളുടെ കൂട്ടത്തിൽ ജ്ഞാനികൾ വളരെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ ജ്ഞാനികളുടെ ഇടയിൽ നിങ്ങളോട് സംവാദിക്കുവാനുള്ള മാനുഷികമായിട്ടുള്ള കഴിവും അറിവും എനിക്കുണ്ടായിരുന്നുവെങ്കിലും എന്റെ വാക്കുകളുടെ സ്വാധീനങ്ങൾ കൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു എന്ന് വരുവാൻ ഇടയാകരുത്. പിന്നെ കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ that should be because of the power of God, ദൈവത്തിന്റെ ശക്തിയിൽ നിന്നും ആത്മാവിൽ നിന്നും നിങ്ങൾക്ക് ആ രൂപാന്തരവും മാനസാന്തരവും ഉണ്ടാകണം എന്നുള്ള താല്പര്യം കൊണ്ട് I decided, though I know many things in this world, including the law of Moses end to end so clearly, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച ആ ജ്ഞാനിയായ മനുഷ്യൻ, even he says that I even switched off that area, മാനസികമായിട്ട് ആ ഏരിയ ഒക്കെ ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞു. എന്നിട്ട് I sat down among you just as a person who only knows Christ crucified. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. That means that is the only subject I know. That is the subject of my prayer. My preaching. ഇതല്ലാത്ത യാതൊരു കാര്യവും ഞാൻ സംസാരിക്കുവാനോ അതിനുവേണ്ടി തുനിയാനോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വിടുന്നത്. അവിടെ ആ നിക്ഷേപം എന്നുള്ള വാക്ക് നിങ്ങൾ മറക്കരുത്. നിക്ഷേപം എന്തുവാണെന്ന് കാണിക്കുവാനാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. And he says that is the spirit and the power. ഈ ഫസ്റ്റ് കൊരിന്ത്യൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ സ്പിരിറ്റ് ആൻഡ് പവർ എന്ന് പറഞ്ഞ ആ സബ്ജക്ട് in 2 Corinthians he elaborates. You read 2 Corinthians chapter 2, 3, 4, 5 and 6. You see the same subject pretty much, but in a much elaborated manner. Here he talks about a vessel. 2 Corinthians again, coming back to 2 Corinthians chapter 4. We are talking about a vessel, and also in the vessel there is a treasure. That is, there is a container, and in the container there is something. Now here the container is made of earthen, it is of dust or maybe clay. In one verse it says it's clay. Or കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാത്രം. അതിനകത്ത് this exceeding power, ഈ വലിയ ആ exceeding power is one of the treasures that I have. എന്തിന്റെ ഈ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ already that we will immediately our mind will run to the Holy Spirit. There is nothing wrong in that. But if you read the preceding verses, actually he's not talking about the Holy Spirit there. He talks about the Holy Spirit later. The first thing that he is talking about is the power of the word of God or the gospel of Christ that can transform people without human influences. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ കൂടാതെ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തിയാൽ മനുഷ്യനെ മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും നടത്തുന്ന ആ ശക്തി, that power is given in the preachers. I mean in Paul that time, that's what he says. ഞങ്ങൾ തന്നിരിക്കുന്ന ശക്തി എങ്ങനെ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടായതുപോലെ. The previous verse saying that. അതായത് ഇരുട്ടായിരുന്നു, ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം.
ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ദൈവം ഉണ്ടാക്കിയതുപോലെ ഇരുട്ടിലിരുന്ന ജനത്തോട് സംസാരിക്കുവാൻ, നമ്മൾ അതിന്റെ 6-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യങ്ങൾ പുറമോട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ട് പൗലോസ് അത് വരച്ചു കാണിച്ചിരിക്കുകയാണ്. അതായത് ഈ യേശു പിതാവായ ദൈവത്തിന്റെ ആ ശക്തി യേശു ക്രിസ്തുവിന്റെ മുഖത്തിലൂടെ ഞങ്ങളിൽ പ്രകാശിപ്പിച്ചത്, ഇരുട്ടിലിരുന്ന ഞങ്ങൾക്ക് ആ പ്രകാശം കിട്ടി. ഞങ്ങൾക്ക് എങ്ങനെ പ്രകാശം വന്നുവോ അതേ പ്രകാശം, ദാറ്റ് പവർ, ഞങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നടത്തിയ ആ പ്രക്രിയ, അതാണ് that is considered to be the greatest miracle as far as Paul is concerned right there. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ അത്ഭുതങ്ങൾ അതിശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സാധാരണ പ്രത്യേകിച്ച് ഈ കാലയളവിൽ കാണുന്ന രീതിയിലുള്ള അത്ഭുത പരിപാടികളൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. But you have to have the discerning spirit in you to understand what is right and what is wrong. പക്ഷെ അതല്ല, ഇപ്പൊ മരിച്ചവനെ ഉയർപ്പിക്കുന്നതല്ല വലിയ അത്ഭുതം. As far as Paul is concerned, ഒരു മനുഷ്യനെ സുവിശേഷത്തിന്റെ വെറും പ്രസംഗത്തിന്റെ ശബ്ദം കൊണ്ട് അവന്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തി അവനെ ദൈവ പൈതലാക്കി തീർക്കുന്ന ആ ഒരവസ്ഥയാണ് ഏറ്റവും വലിയ അത്ഭുതം അക്കോർഡിംഗ് ടു പോൾ. നമ്മളൊക്കെ ഒരുപാട് റെഫറൻസസ് അതിനുണ്ട്. അതുകൊണ്ടാണ് നാം വായിക്കുന്ന എബ്രായ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും അത് അസ്ഥി മജ്ജകളെ പിളർക്കുന്നത്, അതായത് it divides the bones and marrows. പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ് why and how it can go through the bones. It cuts through the flesh, which can be easy, but then think of bones, and then it reaches the marrow. Why does it reach the marrow? എന്തിനാ ഈ മാരോയെ പോകുന്നത്? മജ്ജയിൽ എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് പലർക്കും അറിയാം, സയൻസ് അറിയാവുന്നവർക്കും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും അറിയാം. ഇൻസൈഡ് ദി ബോൺസ്, ഇൻ ദ മാരോ, you have this little cells developing, the blood cells. And what does the Bible talk about the blood? The life is in the blood. ജീവൻ അത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യ ശരീരത്തിന്റെയും ജീവൻ സസ്റ്റെയിൻ ചെയ്യുവാൻ ഉള്ളിന്റെ ഉള്ളിൽ മജ്ജയിൽ ഉത്പാദിക്കപ്പെടുന്ന ആ ചോരയുടെ ആ സെല്ലിനകത്ത് the very source of life in our body, the word of God goes in and works, and it changes the people, and that is the real miracle. And that power is from God. That extraordinary power that Paul has in his clay vessel, അവന്റെ ആ മൺകൂടാരത്തിനകത്തിരിക്കുന്ന ആ മൺകൂടാരത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ സുവിശേഷത്തിന്റെ രൂപാന്തരത്തിന്റെ ശക്തിയെ he considered it as a treasure from God. ഇനി ഇത് ഞങ്ങളുടെ സ്വന്തം എന്ന് വരാൻ പാടില്ല. That is what is the best part. When he ministers, when he preaches, he doesn't run around with a resume. He doesn't say that ഞാൻ ആഫ്രിക്കയിൽ പോയപ്പം അവിടെ പശുവിനെ ഉയർപ്പിച്ചു, ഇവിടെ ചെന്നപ്പം പിന്നെ ഒരുത്തന്റെ ചൊറി മാറി, ഈ ഇമാതിരിയുള്ള there is no claims, nothing. ഇത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരാതിരിക്കുവാൻ what did God do? ഈ മൺപാത്രങ്ങളിൽ ഇതിനെ പകർന്നിരിക്കുന്നു, ഈ ക്ലേ വെസൽസ്. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കി. You think of an item which is packed in a packet. അതായത് എന്തോ അതിനൊരു ഉദാഹരണം പറയും. ഈ ഞങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിൽ താമസിച്ചിട്ടുള്ളവരാണ്. Middle East, if you go and buy
an expensive perfume, or you buy an expensive watch. You know, the value of the content determines the design, the make, and the value of the container. I hope you understand what I mean. അതായത് ഒരു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള $1 ലക്ഷം $2 ലക്ഷം ഒക്കെ വിലയുള്ള വാച്ചുകളൊക്കെ ഞാൻ കണ്ടു. അമാതിരിയുള്ള വാച്ചുകൾ, it doesn't come in a plastic bag. There is a special package containers which are designed aesthetically, security, the very appearance, the safety, and the reflection of the brand. Everything is in the package. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. One, it is the power of God. Two, it is the Spirit of God. Both of them are within us. And one is exceedingly powerful. Other one is the Spirit of God, which is an earnest deposit from God in my life. Earnest deposit for the day of redemption. വീണ്ടെടുപ്പിന്റെ നാളിന് വേണ്ടിയുള്ള ആ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ ഈ വെസലിനകത്ത് തന്നിരിക്കുക. പക്ഷേ ഈ വെസലിനകത്ത് ഇത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഈ സാധനം ഇരിക്കുമ്പോഴും outwardly this vessel looks extremely cheap and fragile because it is made of clay. From human mind, because it is, I mean, let us say if you are transporting an atom bomb, just imagine in America, from one state to another state, they have to transport or move an atom bomb. How do they do it? There is so much of engineering, there is so much of thought process, there is so much of planning, there is so much of safety, so many things they will do because it is extremely powerful. It can destruct, it can destroy. Just imagine if the Holy Spirit, which is so powerful, and the power of the Word of God, which is also so powerful, if it is just poured in or it is contained in a useless clay vessel, the vessel will break. But here Paul says, ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, it is to make sure that ഇത് ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരാതിരിക്കണം. If it is ours, ഇത് ഞങ്ങളുടെ ആയിരുന്നുവെങ്കിൽ, we would have labeled it totally differently. We would have packed it totally differently. We would have presented it totally differently. We would have handled it totally differently. But ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when I carry this powerful word that transforms people, when I have the Holy Spirit within me as an earnest deposit for the day of redemption, it is to tell the world and me that I do not honor this. I don't own this. ഇതെന്റെ സ്വന്തമല്ല എന്ന് വരണം. ഇത് ദൈവത്തിൻ്റെതാണെന്ന് വരണം. I'm just leaving it for you to expand on that thought. Let me just move on. Then the vessel itself is looking so cheap. It is so fragile. And now look at what Paul says. ഇത് ഞങ്ങളുടെ സ്വന്തം എന്ന് വരുന്നത് മാത്രമല്ല, this power belongs to God, does not come from us. Then he says, we are afflicted in every way. That means this container is afflicted in every way, but it is not crushed. We are perplexed, but not driven to despair. Persecuted, but not forsaken. Struck down, but not destroyed. But always carrying in the body the death of Jesus, so that the life of Jesus may also be made visible in our bodies. I wish I could just explain that last part. ഇവിടെ മലയാളത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ
let me just see if I can just run there for a minute. അതിന്റെ മലയാളം ഭാഗമായി റിയലി ഓക്കെ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ ഒരു സെക്കൻഡ് നേരത്തേക്ക്. What are they carrying? Oh, they are the vessels of the exceeding power of God. They are the carriers of the treasure, which is the Holy Spirit, which is the earnest deposit in them. Even in that position, Paul says, we do have troubles, challenges in our life. This is the gospel of God. This is what I believe. Ye carriers of this great power and authority. They say, ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞങ്ങൾക്ക് പീഡകളുണ്ട്, ഞങ്ങൾക്ക് ഉപദ്രവമുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും what is happening? It is not annihilating us. It is not terminating us. We still survive. We put everything all together and we still run our race. This is where I love Paul, the way that he explains. He says, ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്. That could be the reason that he wrote to Timothy and he said, ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ടാകും. കഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി കർത്താവിനെ കാണാൻ ആരും വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. This is very personal, but many people who offer this trouble-free lifestyle in Christianity is not really biblical. But now he says, we have all this trouble, but in all those trouble, we do not perish. We still hold on. Just ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയപ്പെട്ടു. സമയം 10 മിനിറ്റ് ഉണ്ടല്ലോ. Okay, I'll just tell you a quick example. Just imagine you have നമ്മുടെ നാട്ടിലൊക്കെ ചട്ടിയും കലമൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മൾ. ഒരു കലം ഇരിക്കുന്നിരിക്കട്ടെ. ഒരു കലത്തിനകത്ത് നമ്മള് അതിനകത്ത് വലിയ സാധനങ്ങളൊന്നുമില്ല. മേലെ അതിന്റെ അടിയിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ടെന്ന് മാത്രം വെക്കുക. നമ്മൾ വല്ല കൈകൊണ്ടോ കാലുകൊണ്ടോ നമ്മൾ ഒരു തട്ടിയാൽ അത് പൊട്ടിപ്പോകും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ബിക്കോസ് അതിനകത്തിരിക്കുന്ന സാധനം അത്ര ലൈറ്റ് ആണ്. എന്നാൽ ടേക്ക് ദ സെയിം പോട്ട്, അതേ കലം തന്നെ എടുത്തിട്ട് നമ്മളൊരു അത് മുഴുവൻ ആ കലം നിറച്ചിട്ട് ഈ ഫാസ്റ്റ് ക്യൂറിങ് ആൻഡ് സെറ്റിംഗ് കോൺക്രീറ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതായത് അത് ആ കലത്തിന്റെ വക്ക് വരെ കംപ്ലീറ്റ് കോൺക്രീറ്റ് നിറച്ച് അതങ്ങ് ഉണക്കിയെടുത്ത് വെച്ചാൽ എന്നിട്ട് നമ്മൾ അതിനെ തൊഴിക്കുവോ അതിലെ പിന്നെ മറിച്ചിടാൻ ശ്രമിക്കുവോ ഒക്കെ ചെയ്യും. ഈവൻ ഈ ആ പോട്ട് അതുപോലെ എടുത്തിട്ട് താഴെ ഇട്ടാൽ the outer side of the vessel might get crushed, but it will not fall apart. പറഞ്ഞു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Why wouldn't it fall apart? ഞാൻ പറയാം അതിന്റെ ഉത്തരവേ ഉള്ളൂ. ഈ അകത്തിരുന്ന ആ ചോറുണ്ടല്ലോ, ആ ലൈറ്റ് വെയിറ്റ് സാധനം, the content was held by the container. ഈ ചോറിനെ താങ്ങി നിർത്തിയത് ഈ കലമായിരുന്നു. എന്നാൽ കോൺക്രീറ്റ് വന്നപ്പോൾ ഈ കോൺക്രീറ്റും ആ കണ്ടെയ്നറും കൂടെ ഒന്നായി. Now the content is holding the container. If the Holy Spirit is within us, it is no more we who are holding the Holy Spirit, but the Holy Spirit is holding us together. So we do not fall and we will not break and we will not fall apart. Praise the Lord. രണ്ടാമത്തെ കാര്യം കൂടെ പെട്ടെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇവിടുത്തെ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, ഒരു വലിയ വീട്ടിൽ
ഉള്ള അനേക പാത്രങ്ങളെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ 2 Timothy 2:10 ആണെന്നാണ് എന്റെ വിശ്വാസം. 20 സോറി. അവിടെ ചില വീടുകളില് പൊന്നുകൊണ്ടുള്ള പാത്രമുണ്ട്, ചിലയിടത്ത് തടി കൊണ്ടുള്ള പാത്രമുണ്ട്, അവിടെ തന്നെ മണ്ണ് കൊണ്ടുള്ള പാത്രമുണ്ട്. 3 പാത്രങ്ങളെ കുറിച്ച് പൗലോസോട് പറയുന്നുണ്ട്. ചിലതിനെ മാനമായതിനും ചിലതിനെ ഹീനമായതിനും ഉപയോഗിക്കുന്നു. മൺപാത്രത്തിന്റെ ഉപയോഗമല്ല സ്വർണപാത്രത്തിൻ്റെത്, മരപാത്രത്തിന്റെ ഉപയോഗമല്ല സ്വർണപാത്രത്തിൻ്റെത്. And the value or the use of that vessel determines the purpose for it is used. ഇപ്പോ നമ്മുടെ നാട്ടിലെ തകരത്തിന്റെ നാഴിക്കകത്ത് അരി നമ്മൾ അളക്കുമ്പോൾ സ്വർണം കൊണ്ടൊരു നാഴി ഉണ്ടെങ്കിൽ നമ്മൾ നെല്ലളക്കാൻ അത് ഉപയോഗിക്കത്തില്ല. ഇറ്റ് മേ ബി ഫോർ എ ഡിഫറെന്റ് പേർപ്പസ്. അവിടെ പറയാൻ വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇമാജിൻ, നമ്മളൊക്കെ ഈ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന കാലങ്ങളാണല്ലോ, എസ്തെറ്റിസം, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള. നമ്മൾ ഒരു പഴയ ചട്ടിക്കകത്ത് ഒരു നല്ല പൂവിന്റെ ഒരു കളക്ഷൻ നമ്മൾ വെച്ചിട്ട് അതിനെ കൊണ്ട് നമ്മുടെ ലിവിംഗ് റൂമിൽ വെക്കുമ്പോൾ the whole value of that pot changes. ആലോചിച്ച് നോക്കിയാട്ടെ. Because it is carrying something totally different from what that vessel was designed for. ഇനി ഞാൻ എന്റെ ആ ഭാഗത്തേക്കല്ല വരുന്നത്, രണ്ടാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. ഇനി രണ്ടാമത്തെ ഭാഗം Paul says, this apart from the power of the gospel that can transform people, he says the Holy Spirit is within us, and the purpose of the Holy Spirit is given within us as an earnest for the day of redemption. നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളിന് വേണ്ടി നമ്മളിൽ അച്ചാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് Ephesians chapter 1. Also we read in same 2 Corinthians we read, everywhere read that ഇതൊരു അച്ചാരമാണ്. എന്തോന്ന് അച്ചാരം? വാക്യങ്ങൾ എടുക്കുന്നില്ല. എന്തോന്ന് അച്ചാരം? ഇംഗ്ലീഷ് വേദപുസ്തകത്തിനകത്ത് in some places it is guarantee, some places it advance, some places it is prepayment, so many things. But acharam, only in King James we read earnest. What is earnest? എളുപ്പം പറയാം. പണ്ടത്തെ കാലത്ത് നമ്മുടെ മലയാളം പത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ഒരു കോണില് ദർഖാസ് പരസ്യം എന്ന് പറഞ്ഞൊരു സാധനം കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട്. ദർഖാസ് എന്തോന്ന്? ദർഖാസ് എന്ന് പറയുന്നത്, മലയാളത്തിൽ ദർഖാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ ടെൻഡർ എന്ന് പറയുന്ന സാധനമാണ്. ലേല പരസ്യമാണ്. ഈ ദർഖാസ് പരസ്യം അല്ലെങ്കിൽ ടെൻഡർ വിളിക്കുന്ന ഉടനെ it is a commercial thing. Paul is talking in the commercial language because people of that land understand that. He uses sports also. Anyway, ഒരു ടെൻഡർ വിളിക്കുമ്പോൾ, ഇപ്പൊ Pastor Stevenson is giving me a contract for building a house. So the contract value, let us say he has a budget of $500,000. So that is the value of the property. Now, Pastor Stevenson tells me, David, you build the house. Now I'm going to build the house. Then I tell Pastor Stevenson, I need an advance payment of $100,000. So now he owes me $400,000. So I get $100,000 advance. The total project value is $500,000. So where does the earnest come? എവിടെ earnest വരുന്നത്? earnest വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? When you give me $100,000, Pastor Stevenson gives me $100,000. He tells me, all right, you have not started my work. I don't know whether you will be able to finish it. You have the infrastructure, you have the capability. So how do I guarantee that where is my guarantee that my money is safe? ഈ ടെൻഡർ വരുന്ന ഉടനെ 3 കോളങ്ങൾ കാണാം. They will say the project value is, let us say, $500,000.
Advance is 15% or maybe 10% or 20%. Then next to that, they will say earnest deposit. What is that earnest deposit? The earnest deposit is a percentage of the total project value that the contractor has to pay the client. Now, when Pastor Stevenson gives me $500,000 worth of job, 100,000 advance, now he tells me, you have to pay me 50,000 earnest deposit, which is returnable. When you finish the job, I will give you this job back. It is a guarantee. Because I don't know you. So now you think in the same transaction what Christ did. He said, I am sending my spirit to you as an earnest deposit. King James says that is the earnest of the inheritance for us in Christ. ക്രിസ്തയേശുവിൽ നമുക്കുള്ള അവകാശത്തിന്റെ ഒരു ആദ്യ പടിയായിട്ട് ഏർണസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നതാണ്. ഇന്ന് പിന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ഞാൻ നിന്റെ ഓഹരിയിൽ പങ്കെന്ന് പറഞ്ഞൊരു ഒരു മലയാളം പ്രയോഗം അതിലുണ്ടെന്നായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നിന്റെ ഓഹരിയിലുള്ള ഞങ്ങളുടെ പങ്ക്. ഈ ഏർണസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടേണബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രൈസ്റ്റ് ഹാസ് സെൻഡ് ഹിസ് ഹോളി സ്പിരിറ്റ് and deposited that spirit in these earthen vessels. നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ അതിനെ പകർന്നു വെച്ചിരിക്കുന്നത് ഏർണസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതിന്റെ പുറകിലുള്ള ഒരു വലിയ സത്യമുണ്ട്. അവൻ വരാതിരുന്നാൽ, അവൻ നമ്മളോട് പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് ചെയ്യാതിരുന്നാൽ, he loses this advance. Because it belongs to him. For him to recover this earnest deposit, he has to come back. Did I explain it properly? Because I'm worried about the time part. രണ്ട് സെന്റൻസിൽ ഞാൻ ഒരു വേറെ ഉദാഹരണം പറയാം പെട്ടെന്ന്, അപ്പൊ അത് മനസ്സിലാവും. ഞങ്ങൾ ഈ ആന്ധ്രയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ വീട് മാറാൻ നേരത്ത് ഒരു കാളവണ്ടിക്കാരന്, ഒരു തെലുങ്കിനോട് ഞാൻ പറഞ്ഞു, നീ ഞങ്ങളുടെ ഈ വീടൊന്ന് മാറാൻ, ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി കൊണ്ടുതരണം, നാളെ മാറുകയാണ് ആട്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു 50 രൂപ അഡ്വാൻസ് എടുത്ത് അവൻ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു, സർ അഡ്വാൻസ് വേണ്ട. ഞാൻ പറഞ്ഞടാ നാളെ എനിക്ക് ജോലി ചെയ്യണ്ടേ. അവൻ പറഞ്ഞു നോ അഡ്വാൻസ് വേണ്ട. എന്നിട്ട് അവൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, നീ ഇപ്പൊ എനിക്ക് 50 രൂപ തന്നാൽ നാളെ ഞാൻ വരാതിരിക്കുകയും നിന്റെ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്താൽ നിനക്ക് ഈ പൈസ നഷ്ടമാകും. ഓൺ ദി അതർ ഹാൻഡ്, അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ എടുത്ത് എന്റെ കയ്യിലോട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ പണി ചെയ്യാൻ വരും. This is the guarantee. This is the earnest. It is coming from him. That is the earnest. ഇനി നിങ്ങൾ ചിന്തിച്ചാട്ട് കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞത്? I will go and prepare a place for you and I will come back. അത് വരുന്നിടം വരെ നമ്മുടെ ഉള്ളിൽ കർത്താവ് വരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പിനും ധൈര്യത്തിനുമായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉള്ളിൽ പകർന്നിരിക്കുന്നു. Praise the Lord. എവിടെങ്കിലും ഒരു ബോംബ് പൊട്ടുമ്പോഴും ഒരു യുദ്ധം കാണുമ്പോഴും എവിടെങ്കിലും ഒരു അസുഖം വരുമ്പോഴും ഉടനെ വെളിപ്പാട് പുസ്തകം എടുത്ത് കർത്താവ് എപ്പോഴാണ് വരുന്നത് നോക്കുന്ന, അതല്ല ദൈവവചനത്തിന്റെ പഠനം. That is not the way. എവിടെങ്കിലും ഇറാനിൽ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ പെന്തിക്കോസുകാരെല്ലാം എവിടെ നിന്ന് പറയാം, അപ്പൊ യുദ്ധം തുടങ്ങുകയെന്നോ? കർത്താവ് എപ്പോഴും വരുമോ? കർത്താവ് വരുമോ എന്നുള്ള ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പോപ്പ്, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പൊളിറ്റിക്സ്. കർത്താവ് വന്നോ വരുമോ എന്നുള്ളതിന്റെ വലിയ അടയാളം നമ്മളിൽ ഓരോരുത്തരിലും തന്നെ ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളിടത്തോളം കാലം ഇറ്റ് ഈസ് ദ ഗ്യാരണ്ടി ദാറ്റ് ക്രൈസ്റ്റ് വിൽ കം ബാക്ക്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. ഇറ്റ്സ് ആൻ ഏർണസ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് ക്രൈസ്റ്റ്. Now Paul tells you that ഈ നിക്ഷേപം
ആയ ഈ സുവിശേഷത്തിന്റെ മനുഷ്യനെ മാറ്റിമറിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന മാനസാന്തരത്തിന്റെ സുവിശേഷത്തിന്റെ glorious power of the gospel, and that is to share with others, whereas the earnest deposit of the Holy Spirit is also a treasure in me. It is for me as a guarantee that my Lord will come back. അവൻ തിരികെ വന്ന് എന്നെ ചേർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പും തെളിവും എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഇത്രയൊക്കെ ഉള്ളപ്പോൾ ഒരു പക്ഷേ കഷ്ടങ്ങൾ വരും, ട്രിബുലേഷൻസ് വരും, പ്രയാസങ്ങൾ വരും, ജോലി പോകും, ഒക്കെ നടക്കും. ബട്ട് ഗ്യാരണ്ടീഡ് യു വിൽ നോട്ട് പെരിഷ്. കർത്താവ് നമ്മെ സൂക്ഷിക്കും. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.